ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്ത്യയുടെ ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ റിലേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ചിരകാലമായിട്ട് അല്ലെങ്കിൽ ദശാബ്ദങ്ങളായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ സമയം മുതൽ ഇന്ത്യയും, അന്ന് സോവിയറ്റ് യൂണിയൻ എന്നുള്ള പേരിലായിരുന്നു, എന്നാൽ തന്നെയും ഇന്ത്യ റഷ്യ റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളെ സംബന്ധിച്ച് ദശാബ്ദങ്ങളായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു. കാരണം റഷ്യക്ക് ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യക്ക് റഷ്യയും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ജിയോ പൊളിറ്റിക്കൽ അവരുടെ റിലേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഇരു രാജ്യങ്ങൾക്കും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ഉഭയകക്ഷി ബയലാറ്ററൽ റിലേഷൻ, ഇൻഡോ റഷ്യൻ ബയലാറ്ററൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ. അതിന് കാരണങ്ങൾ പലതുണ്ട്. കാരണം ഇന്ത്യക്ക് മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിലൊക്കെ ഉപരിയായിട്ട് ഇന്ത്യയുടെ സ്വാഗതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. നമ്മുടെ സ്വാഗതം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സെക്യൂരിറ്റി പരമായിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നമ്മളുടെ നിലപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് വഹിക്കുന്നത് റഷ്യയാണ്. അതിൻ്റെ കാരണം നമുക്ക് തരുന്ന അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റഷ്യയും നമ്മൾ തമ്മിലുള്ള സൈനികപരമായിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മറ്റ് വ്യാപാര മേഖലകളിലൊന്നും തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ എടുത്തു പറയത്തക്ക ബന്ധങ്ങളൊന്നും ഇല്ല. ഇപ്പം ഈ ഡിഫൻസിനപ്പുറത്ത് അല്ലെങ്കിൽ ഡിഫൻസ് കൂടാതെ അല്ലെങ്കിൽ ആയുധപരമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള ബന്ധങ്ങൾ കൂടാതെ മറ്റ് മേഖലകളിലേക്കും ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ വ്യാപിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങളെ കൂടുതൽ എന്താണ് പറയുന്നത് കണക്കിലെടുക്കുന്നത് സൈനികപരമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇരു രാഷ്ട്രങ്ങൾക്കും പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന് ശേഷമുള്ള റഷ്യയുടെ ജിയോ പൊളിറ്റിക്കൽ ഒരു റിലേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ സുദൃഢമാണെങ്കിൽ തന്നെയും അത് നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ഓഫ് കൺവീനിയൻസ് ആണ്. സൗകര്യത്തിൻ്റെ മാത്രം ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് ഒരു അടുപ്പം മാത്രമാണ് റഷ്യയും ചൈനയും തമ്മിലുള്ളത്. കാരണം റഷ്യക്ക് ചൈനയും തീർച്ചയായിട്ടും ചൈനയ്ക്ക് റഷ്യയും തമ്മിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു നിലപാട് പോലെ തന്നെയാണ് തീർച്ചയായിട്ടും റഷ്യയും ചൈനയും തമ്മിലുള്ളത്. കാരണം ഇപ്പോൾ റഷ്യക്ക് ചൈനയും ചൈനയ്ക്ക് റഷ്യയും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് കോൾഡ് വാറിന് ശേഷമുള്ള ഒരു ബന്ധം, റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്ക് ചൈനയും അതുപോലെ തന്നെ ചൈനയ്ക്ക് റഷ്യയും വളരെ അത്യാവശ്യമാണ്. കാരണം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ പിന്നെ ഭീഷണികളും ഒക്കെ തന്നെ ഇരു രാജ്യങ്ങളും നേരിടുന്നത് കൊണ്ട് ഇന്ത്യയും മോറോർലെസ് ഏറെക്കുറെയൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയായിട്ട് കൂടുതൽ ഉള്ള ബന്ധം, ഇന്ത്യ റഷ്യയോടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതും അതുപോലെ തന്നെ അമേരിക്കയുടെയൊക്കെ ഭീഷണി സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ ഇന്ത്യ അതിനെ കൂടുതൽ അമേരിക്കയുടെ ത്രെട്ടിനെ, ഭീഷണി അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളിൽ നിന്നും വകവയ്ക്കാതെ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യവും അല്ലെങ്കിൽ പ്രധാന കാരണം അതുതന്നെയാണ്. അപ്പോൾ ഇന്ത്യക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധം, റഷ്യക്ക് ഇന്ത്യയായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ റഷ്യ ചൈന റിലേഷൻസ്, പിന്നെ ബ്രിക്സിലെ ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ നമുക്ക് തന്ത്ര സ്ട്രാറ്റജിക് ഡിഫൻസ് റിലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആ മേഖലയിലെ ഈ രാജ്യങ്ങളും വളരെ ശത്രുതാപരമായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നതെങ്കിലും വ്യാപാര ബന്ധങ്ങളൊക്കെ തന്നെ മോറോർലെസ് ഏറെക്കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമല്ല എങ്കിൽ തന്നെയും ബന്ധങ്ങൾ കൂടുതൽ ഒരു സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ രീതിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപരിയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അങ്ങനെയുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇരു രാജ്യങ്ങളും പരസ്പരം ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യുന്നില്ല. കാരണം ഇന്ത്യ റഷ്യയോടും റഷ്യ ഇന്ത്യയോടും ഏറ്റവും അടുത്ത സമീപനവും അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ളൊരു ബന്ധം ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യാനുള്ളത്. പുട്ടിൻ്റെ
സന്ദർശനം ഇന്ത്യയിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2021 റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയത്. ഇപ്പോൾ വ്യാപാര മേഖലയിലും പ്രതിരോധ മേഖലയിലും ഒക്കെ തന്നെ വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ചില എന്താണ് പറയുക കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബർ 4, 5 തീയതികളിൽ പുടിൻ ഇന്ത്യയിലെത്താം എന്നുള്ളതാണ്, അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാകുന്നത്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗവുമാണിത്. നമുക്കറിയാം ഇതൊരു ഉച്ചകോടിയാണ്, കാരണം ഇരു രാജ്യങ്ങളുടെയും ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളെയും ഭീഷണികളെയും ഒക്കെ തന്നെ കൂടുതൽ ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ അതിനെ എതിർക്കുവാനുമുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു നീക്കുപോക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഉച്ചകോടിയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ആഗോളം തന്നെയാണ്. നമുക്ക് പുറത്തുള്ള എല്ലാ വിഷയങ്ങളും ആഗോള ഗ്ലോബൽ ഇഷ്യൂസ് തന്നെയാണ്. പ്രധാനമായിട്ടും യുക്രൈൻ വാറ്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന ഇതുപോലുള്ള റീജിയനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ അല്ലെ രണ്ട് രാജ്യങ്ങളിലെ ലീഡേഴ്സ് തമ്മിൽ ചർച്ച ചെയ്ത് അതിനെ രണ്ട് രാജ്യങ്ങൾക്കും ഒരു സമവായത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമവായത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇരു രാജ്യങ്ങളും ഒരിക്കലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് പല മേഖലകളിലും രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ അത് അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ടായിട്ട് നമുക്കിതുവരെ അങ്ങനെ ഒരു ഉദാഹരണം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ സാധിക്കത്തില്ല. റഷ്യൻ പ്രസിഡന്റ് 2021 ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം നമ്മളുടെ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ പല പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ ബ്രിക്സിലായാലും SCOയുടെ മീറ്റിങ്ങിലായാലും അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലൊക്കെ തന്നെ ആയാലും ശരിയായി, ഇപ്പം UN ആയി തന്നെ പല പ്രാവശ്യവും ഈ ഒരു ടൈം ഗ്യാപ്പിൽ 21 മുതൽ ഇപ്പോൾ 25, 26 ഏകദേശം 5 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ പലതവണ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ പല സ്ഥലങ്ങളിൽ വെച്ച് അവർ കണ്ടുമുട്ടിയിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ പരസ്പരം ഉഭയകക്ഷി എന്താണ് ബൈലാറ്ററൽ ഇഷ്യൂസിനെ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും പുടിൻ ഡയറക്റ്റായിട്ട് ഇന്ത്യയെ വിസിറ്റ് ചെയ്ത് 2021 കഴിഞ്ഞ വർഷം മോസ്കോയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആനുവൽ സമ്മിറ്റിൽ അല്ലെങ്കിൽ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയും പുടിനും തമ്മിൽ മീറ്റിങ്ങുകൾ ഉണ്ടാകുകയും അതിൽ ഈ രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് പ്രോസസ് ആയിട്ട്, കാരണം നമുക്കറിയാം ഇപ്പം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒത്തിരി കണ്ടീഷണാലിറ്റീസ് ഒക്കെ ഉണ്ട്. കാരണം അങ്ങനെ പെട്ടെന്നൊന്നും ഇന്ത്യയും പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് തമ്മിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങുകളൊന്നും ഉണ്ടാകാൻ ഇപ്പം തന്നെ നമുക്കറിയാം ഇരു രാജ്യങ്ങളും തമ്മിൽ, അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റ്ലീസ്റ്റ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള യൂണിലാറ്ററലായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള നിലപാടിൻ്റെയും അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് ഫലമായിട്ട് ബന്ധങ്ങൾ കൂടുതൽ വഷളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കെപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടാകുമെന്ന് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ വളരെ മോശമായിരിക്കുകയാണ്. വ്യാപാര കരാർ ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല. പക്ഷേ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിലുള്ള ഈ ഉച്ചകോടി അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ അത് 2026 ഏകദേശം പകുതിയോടെ ഉണ്ടാകുമെന്നുള്ളൊരു റിപ്പോർട്ടുകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുവാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുവാനുള്ളൊരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അമേരിക്കൻ പ്രസിഡൻഷ്യൽ എന്താണ് പറയുന്നത് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 അല്ലെങ്കിൽ 2.5 ദശാബ്ദക്കാലമായിട്ട് വളരെ ശക്തമായിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇൻഡോ അമേരിക്കൻ റിലേഷൻസിന് വളരെയധികം കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ച് വിഷയമൊന്നുമില്ല. കാരണം ഇന്ത്യക്ക് ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള ബന്ധം നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുതൽ വളരെ വലിയൊരു കാലയളവിൽ നമുക്ക് അമേരിക്കയായിട്ട് പറയത്തക്ക നല്ല ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു.
ആ കാലങ്ങളിലൊക്കെ ഇന്ത്യ പിന്നെ നമുക്കറിയാം വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് അമേരിക്ക പാകിസ്ഥാനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടാണ് കോൾഡ് വാർ ടൈം അല്ലെങ്കിൽ ശീതകാല സമരത്തൊക്കെ. അന്നേരം ഒന്ന് ഇന്ത്യക്ക് തീർച്ചയായിട്ടും അമേരിക്കയുടെ മുമ്പിൽ ഈ പറഞ്ഞ രീതിയിലുള്ള നമുക്ക് മുട്ട് മടക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്താണ് പറയുന്നത് നമ്മളുടെ രാജ്യ താല്പര്യങ്ങളെ രാഷ്ട്ര താല്പര്യങ്ങളെ പിന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നേടാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അന്ന് ഇന്ത്യ ഇത്രയും ശക്തമല്ലായിരുന്നിട്ടും അല്ലെങ്കിൽ ദുർബലമായ ഒരു രാജ്യം അന്നായിരുന്നിട്ടും ദുർബലം ഇൻ ദ സെൻസ് ഇന്നത്തെക്കാളിലും ദുർബലമായിട്ടുള്ള സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ ഇത്രയും ശക്തി പ്രാപിച്ച ഒരു രാജ്യമല്ലായിരുന്നിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ നട്ടെല്ല് നിവർത്തി പിടിച്ച അമേരിക്കയുടെ മുമ്പിൽ നമുക്ക് തീർച്ചയായിട്ടും നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ മാറ്റമുള്ളൊരു രാജ്യമെന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് അമേരിക്കയുടെ മുമ്പിൽ അതുപോലുള്ള ഒരു ബെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ നട്ടിൽ വളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ട്രംപിനെ അത് പ്രകോപിപ്പിക്കുകയും ചൊടിപ്പിക്കുകയും ട്രംപ് ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാന് സ്വീകാര്യമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും സർ. അങ്ങനെയുള്ള പോളിസി ഇന്ത്യ മുമ്പോട്ടങ്ങ് തുടർന്നാൽ മതി, കുഴപ്പങ്ങളൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും. കാരണം ഇനിയിപ്പോൾ ഇന്ത്യ ഒന്നും പ്രത്യേകിച്ച് ആരും ചെയ്യാനൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ സൈനിക ബലം നമ്മൾ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും അതിനുശേഷമുള്ള പാകിസ്ഥാന് നല്ലൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി നിശബ്ദമാകുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. അതായത് ഇന്ത്യ പാകിസ്ഥാന് നല്ലൊരു മറുപടി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ പാകിസ്ഥാന് എന്നേക്കുമായി ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സൈനിക തന്ത്രപരമായിട്ടുള്ള മറുപടി ഇന്ത്യക്ക് കൊടുക്കാൻ കഴിയും. അത് കൊടുക്കുവാൻ ഇന്ത്യ അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതുവഴി നിശബ്ദമാകുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. ചൈനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം, പിന്നെ ടർക്കി, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും തന്നെ, ബംഗ്ലാദേശ്, ഇതുപോലുള്ള ഒത്തിരി രാജ്യങ്ങൾ നമുക്ക് സൈലൻസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്തൊരു 10-20 വർഷത്തിൻ്റെ ഒരു കാലയളവിലേക്കെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ നമുക്ക് സൈലൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു തീരുമാനം കൂടാണത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ തുടക്കം നമുക്ക് അതിനെ എന്താണ് പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവസാനിപ്പിച്ച രീതി ശരിയായില്ല എന്നാണ് പൊതുവെ നമുക്ക് രാജ്യ താല്പര്യങ്ങളെ മുൻനിർത്തി സംസാരിക്കുന്ന അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങളോട് അനുകൂല മനോഭാവമുള്ള ആൾക്കാരുടെ, അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ പൊതുവെയുള്ള രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു എന്താണ് പറയുന്നത് സംസാരം അല്ലെങ്കിൽ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് നമ്മൾ പ്രീ കൺക്ലൂഡഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നുവെച്ചാൽ അത് അവസാനിപ്പിക്കേണ്ട രീതിയിലല്ല നമ്മൾ അവസാനിപ്പിച്ചത് എന്നുള്ളൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് ഒരു ഡിസഗ്രിമെൻ്റ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് അല്പം കൂടെ പാകിസ്ഥാന് നന്നായിട്ട് ഡാമേജും ഇഞ്ചുറിയും ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ സേനയ്ക്ക് 3 സേനകളോട് ഒരുമിച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. അപ്പം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യക്കെതിരെ ഈ കൈ ഓർക്കുന്ന ചൈനയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളെ നമുക്ക് സൈലൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്പം കൂടെ ബോൾഡ് ആകേണ്ട ഒരു കാലഘട്ടം കൂടാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഒരു രീതിയിലും ഡയലൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനിയും റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഏതായാലും സൈനികപരമായിട്ടുള്ള വളരെ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഇന്ത്യക്ക് പ്രത്യേകിച്ച് വളരെ പ്രയോജനം ചെയ്യുന്ന ചില കരാറുകളിൽ ഒപ്പിടാനുള്ള അല്ലെങ്കിൽ അതിനുള്ള തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് S-400 ആണ്. അവരുടെ പിന്നെ ഏറ്റവും ലോകത്തിലെ ഇന്ന് നമുക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അത് നമ്മൾ പാകിസ്ഥാനുമായിട്ടുണ്ടായിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്ധു സമയത്ത് നമ്മളുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിച്ച അതിലെ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചാണ് S-400 എന്നുള്ളത്. അത് അവരുടെ S-400 ട്രയംഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സുദർശന ചക്ര നമ്മൾ പേരിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടുതൽ S-400 ഏകദേശം 5 സ്ക്വാഡ്രൺ 400 സംവിധാനം വാങ്ങാനുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. റഷ്യ തരാനും തയ്യാറാണ്. പക്ഷേ
അത് എന്നത്തേക്ക് എപ്പോഴത്തേക്ക് റഷ്യക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ആദ്യത്തെ ഒരു കരാറും പ്രകാരമുള്ള ഇപ്പോഴും അതിൻ്റെ എന്താണ് പറയുന്നത് ഡെലിവറി പൂർത്തിയായിട്ടില്ല. കാരണം റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആ ഒരു യുദ്ധം നിലനിൽക്കുന്നുണ്ട്. അപ്പം നിലവിലുള്ള മിസൈൽ സംവിധാനത്തിന് വേണ്ടി കൂടുതൽ സർഫസ് ടു എയർ മിസൈലുകളും നമുക്ക് ഇന്ത്യയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കാനുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമുക്ക് നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൂടുതൽ വ്യാപിപ്പിക്കുവാനും അതിനെ കൂടുതൽ ശക്തമാക്കുവാനും പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈവൻ ചൈനയിൽ നിന്നൊക്കെയുള്ള ഈ എയർബോൺ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഡ്രോണ്, മിസൈല്, റോക്കറ്റ്, ഇതൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ കഴിയും. കാരണം പാകിസ്ഥാൻ അന്ന് നടത്തിയ ഡ്രോൺ അറ്റാക്കുകൾ അല്ലെങ്കിൽ മിസൈൽ അറ്റാക്കുകളെ എല്ലാം നമ്മൾ വളരെ പ്രഗത്ഭമായിട്ട് അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തത്, ഡിഫെൻഡ് ചെയ്തത് നമ്മൾ എയർ ഡിഫൻസ് സിസ്റ്റം അത്രയ്ക്ക് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് അത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യ വികസിപ്പിച്ചെടുത്തതും ഇസ്രായേലിൽ നിന്നുള്ള ഒക്കെ തന്നെ നമ്മൾ കമ്പൈൻഡായിട്ട് നമ്മൾ അതിനെ ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്കതിന് സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് നമ്മൾ കൂടുതൽ വാങ്ങുന്ന S-400 ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്കൈ അല്ലെങ്കിൽ നമ്മുടെ വ്യോമ എന്താണ് ആകാശത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ US-ൻ്റെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന F-35 യുദ്ധവിമാനം നമ്മൾ വാങ്ങിക്കാനുള്ള സാധ്യതയില്ല. ട്രംപും അമേരിക്ക അത് സെയിൽസ് പിച്ചൊക്കെ നടത്തി, പക്ഷേ നമ്മളത് വാങ്ങിക്കാനുള്ള സാധ്യതയില്ല പല കാരണങ്ങളുണ്ട്. അതിന് പകരം നമ്മൾ സുക്കോയി 57 യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സുക്കോയി 57 പൂർണ്ണമായിട്ട് ഒരു സ്റ്റെൽത്ത് അല്ല, പക്ഷേ എന്നാലും സ്റ്റെൽത്തിൻ്റെ കുറേയൊക്കെ സവിശേഷതകളുള്ളൊരു ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു ഫൈനൽ അല്ലെങ്കിൽ അന്തിമ തീരുമാനം ഇതുവരെ ഇന്ത്യ എടുത്തിട്ടില്ല. പക്ഷേ റഷ്യക്ക് അവർ പൂർണ്ണമായിട്ടും എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് സാങ്കേതിക ടെക്നോളജി ട്രാൻസ്ഫർ നടത്താനും അതുപോലെ തന്നെ ഇന്ത്യയിൽ അത് നിർമ്മിക്കാനും ഒക്കെയുള്ള അവസരം ഒരുക്കാമെന്നുള്ളതിനെക്കുറിച്ച് റഷ്യക്ക് താല്പര്യമാണ്. റഷ്യ അങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്ന അവരുടെ ഇന്നത്തെ അവസ്ഥ കൊണ്ടുമാണ് തീർച്ചയായിട്ടും പറഞ്ഞാൽ. 5th ജനറേഷൻ ഈ പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റ്, സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് ഗുണകരമാകുമെന്നാണ് റഷ്യയുടെ നിലപാട്. റഷ്യയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. മറ്റ് റഷ്യ, ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യക്ക്, ഇസ്രായേൽ. ഇപ്പം അമേരിക്കയിൽ നമ്മൾ സൈനിക ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അമേരിക്കയെ അത്ര കണ്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാനോ സാധിക്കത്തില്ല. പക്ഷേ റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ നേരിട്ട് ഏത് പ്രതിസന്ധിയിലും നമ്മളെ മറ്റ് കണ്ടീഷണാലിറ്റീസ് ഒന്നും ഇല്ലാതെ സഹായിച്ച രാജ്യങ്ങളാണ് ഈ പറഞ്ഞ 3 രാജ്യങ്ങളും. അപ്പോൾ ഇന്ത്യക്ക് അത്യാവശ്യമായിട്ട് ഈ 2 സ്ക്വാഡ്രൻ്റെ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എങ്കിൽ വളരെ അത്യാവശ്യമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്. അപ്പോൾ അത് സുഖോയ് 57 വിമാനങ്ങളുടെ 2 സ്ക്വാഡ്രനുകൾ വാങ്ങിക്കാനുള്ള ഒരു പിന്നെന്താ പറയുന്നത് തീരുമാനം അല്ലെങ്കിൽ ആലോചന ഇന്ത്യൻ എയർഫോഴ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന് ഉണ്ടെങ്കിലും ഇതുവരെ തീരുമാനമൊന്നുമായിട്ടില്ല. കാരണം ഇന്ത്യ അതൊക്കെ വളരെ ആലോചിച്ച് ഒത്തിരി പ്രോസസ്സിൽ കൂടെ പോയതിന് ശേഷം മാത്രമേ ഇന്ത്യ ഒരു ഫൈനൽ തീരുമാനം ഏത് സൈനികപരമായിട്ടുള്ള വാങ്ങലിൻ്റെയും കാര്യത്തിൽ എടുക്കാറുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഒത്തിരി ഡിലേ ആകുന്നതും. അത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒത്തിരി കോട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ശരിയാണ്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യ അത്ര പെട്ടെന്ന് ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാറില്ല എന്നുള്ള കാര്യം നമുക്ക് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. റഷ്യ, യുക്രൈൻ തമ്മിലുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പം അത് തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ പുടിനും മോഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അത് ചർച്ചാ വിഷയമാകാറുണ്ട്. പക്ഷേ അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ഇന്ത്യക്ക് ആ യുദ്ധത്തിൽ വലിയ പങ്കൊന്നുമില്ല. കാരണം ഇന്ത്യ തുടങ്ങിയ യുദ്ധമല്ല, ഇന്ത്യയുടെ യുദ്ധമല്ല. ഇന്ത്യക്ക് പ്രത്യേകിച്ച് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം റഷ്യ നമ്മുടെ പാർട്ട്ണർ ആയതുകൊണ്ട് നമുക്ക് റഷ്യയാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതിന് ഉപരിയായിട്ട് നമുക്ക് അത് നമ്മളുടെ റീജിയനിലല്ല, നമ്മളുടെ തൊട്ടടുത്തുള്ള യുദ്ധമല്ല, നമ്മളുടെ താല്പര്യങ്ങളെ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത യുദ്ധമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പുടിനും മോഡിയും തമ്മിലുള്ള ചർച്ച, യുക്രൈൻ വാറിനെ കുറിച്ചുള്ള ചർച്ച, റഷ്യ യുക്രൈൻ വാറിനെ കുറിച്ചുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പ്രത്യേകിച്ച്
അതിനകത്തിലൊരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഡിസിസീവായിട്ടുള്ള റോളൊന്നും നമുക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് പറയാൻ പറ്റുന്നത് ഡിപ്ലോമാറ്റിക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പറ്റും. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ സംഘർഷത്തിന് അയവ് വരുത്തണം. രണ്ടുപേരും തമ്മിൽ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള എന്താ പറയുന്നത് ഡയലോഗിൽ കൂടെ, ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ പ്രശ്നം പരിഹരിക്കണമെന്നല്ലാതെ പറയുന്നതല്ലാതെ ഇന്ത്യക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് ഇന്ത്യയുടെ നിലപാട് തീർച്ചയായിട്ടും. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിദേശകാര്യമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയമൊക്കെ അവരുടെ റഷ്യൻ വിദേശകാര്യ മന്ത്രിയായിട്ടും മന്ത്രാലയമായിട്ടുമൊക്കെ ചർച്ച നടത്താറുണ്ട്. അപ്പോൾ റഷ്യയുടെ മുകളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈൻ വാറിന് ശേഷം ഉപരോധം നിലനിൽക്കുമ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് അടിക്കടി അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ടാരിഫിൻ്റെ നമുക്ക് ഭീഷണി ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാനും ഇതുവരെ തയ്യാറായിട്ടില്ല. അത് യു എസുമായിട്ടുള്ള ബന്ധത്തിന് ചില ഉലച്ചിലുകളൊക്കെ ഉണ്ടാക്കാൻ അത് കാരണമായി. അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിലപാടായിരിക്കണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തമായിരിക്കണം. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതും റഷ്യയോടുള്ള ബന്ധം നിലനിർത്തുന്നതൊക്കെയാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ കൂടുതൽ അധികമായിട്ടുള്ള തീരുവ ഏർപ്പെടുത്തി, 25% തീരുവയെങ്കിലും ഏർപ്പെടുത്തി മൊത്തം 50% കാരണമെന്നൊക്കെയാണ് പൊതുവെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിനകത്തിൽ യാതൊരു ഉലച്ചിലും ഉണ്ടാകത്തില്ല. ഇരു രാജ്യങ്ങളും അതിനകത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയല്ല. കാരണം റഷ്യക്ക് ഇന്ത്യയും ഇന്ത്യക്ക് റഷ്യയും വളരെ ഒഴിവാക്കാൻ പറ്റാത്ത സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് ദശാബ്ദങ്ങളായിട്ട്, എസ്പെഷ്യലി കോൾഡ് വാറിന് ശേഷമുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ലോകത്ത്, ഭൗമരാഷ്ട്രീയ ലോകത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് രണ്ട് രാജ്യത്തിൻ്റെയും സെക്യൂരിറ്റിയുടെയും അല്ലെങ്കിൽ താല്പര്യങ്ങളുടെയും ഒരു സംരക്ഷണത്തിന് വഴി തെളിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയുള്ള മുമ്പോട്ടുള്ള ഒരു എന്താണ് പറയുക, നമുക്ക് പെട്ടെന്ന് ഒരു ഷോർട്ട് മീഡിയം ടേം നമുക്ക് പറയാൻ പറ്റും. ലോങ് ടേമിൽ നമുക്കറിയത്തില്ല, ദീർഘകാലത്ത് നമുക്കറിയത്തില്ല, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഷോർട്ട് മീഡിയം ടേമിൽ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ശക്തമായിട്ടും ദൃഢമായിട്ടും മുന്നോട്ട് പോകും. അതിനകത്തിൽ ഇരു രാജ്യങ്ങളും വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്യാനുള്ള സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ഇന്ത്യക്ക് പ്രതിരോധ മേഖലയിൽ ഈ റഷ്യയിൽ നിന്നുള്ള സഹായങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ആയുധങ്ങളും വെപ്പൺ സിസ്റ്റവും ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ അതിനെ ഡിനേ ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടോപ്പിക് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.